നമസ്കാരം, എൻ്റെ പേര് സുമേഷ് നായക്. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് വീക്ക് 2 ഓഫ് അവർ ഗാർഡനിങ് ജേണിയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇത് കിക്ക് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഒരു തുറന്നു പറച്ചിലായിരുന്നു. എങ്ങനെ ചില ശബ്ദങ്ങൾ എൻ്റെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഞാനതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് ഞാനിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അതിനെപ്പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇന്ന് തൊട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾ ചെടികളെ പറ്റിയും മണ്ണിനെ പറ്റിയും കമ്പോസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട്. എങ്ങനെ എന്നതിന് മുമ്പ് എന്തിന്, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. കാരണം ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചെടികളെ ഇലവായിട്ട് വെക്കുന്നതിൽ അർത്ഥമല്ല. അതൊരു ജേണിയാണ്. ഏതൊരു ജേണിയെപ്പോലെയും അതിൽ സ്മൂത്തായിട്ടുള്ള ഹൈവേസ് ഉണ്ടാവും, എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു, ചെടികളെല്ലാം പ്രോപ്പറായിട്ടിരിക്കുന്നു, കായ്ക്കുന്നു, പൂക്കൾ വരുന്നു. ബട്ട് അതേപോലെ തന്നെ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടാവും, കുണ്ടും കുഴി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഗാർഡനിങ്. ചില ദിവസം നമ്മൾ ചെടികളെ കൊല്ലും, ഒരു പെസ്റ്റ് അറ്റാക്ക് വരും, അല്ലെങ്കിൽ ഗാർഡൻ നന്നായിട്ട് ഇരിക്കത്തില്ല. അന്നേരമാണ് നമ്മൾ ഈ വൈ ഇല്ലെങ്കിൽ എന്തിന് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. കാരണം ഈ എന്തിന് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിങ് മാത്രമല്ല, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിലോ ആലോചിച്ച് നോക്ക്. നല്ല ദിവസങ്ങളുണ്ടാവും, ഒരു പ്രശ്നവുമില്ലാതെ അടിയില്ലാതെ നമ്മൾ പോകുന്ന ദിവസങ്ങൾ. അന്ന് നമ്മൾ ആലോചിക്കത്തില്ല നമ്മൾ എന്തിനാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. നേരെ മറിച്ച് ഒരടി ഉണ്ടാക്കുന്ന ദിവസം, ഇല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ്, ഒരു തർക്കം ഉണ്ടാകുന്ന ദിവസം, അന്ന് ഈ എന്തിന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു. നമ്മൾ എന്തായിരുന്നു ആ ഒരുമിച്ച് കണ്ട ആ സ്വപ്നം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താണ് കണ്ടത്, ആ സ്വപ്നമാണ് നമുക്ക് ഈ അടി ഇല്ലെങ്കിൽ തർക്കം റിക്കൺസൈൽ ചെയ്യാനുള്ള എനർജി തരുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലും ഒരു വൈ ഇല്ലെങ്കിൽ എന്തിന് എന്നുള്ള നമ്മൾ കണ്ടെത്തുന്നത് എന്ത് തുടങ്ങുന്നതിന് മുമ്പ്. അത് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം നമ്മുടെ ജീവിതം മാറ്റിമറിച്ചു. പണ്ട് കാലത്ത് ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അറിയത്തില്ല, നമ്മുടെ നെയ്ബേഴ്സ് മാത്രമാണ് ഇതറിയത്തുള്ളൂ. അത് നമ്മൾ കുറച്ച് ചെടി വളർത്തുന്നുണ്ട്, ഇല്ലെങ്കിൽ പൂക്കൾ വളർത്തുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രം കണ്ടറിയുന്നതാണ്. നേരെ മറിച്ച് ഇപ്പോഴോ ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. അതും ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇത് ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മളൊരു ഷോ ഓഫ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം. എൻ്റെ അടുത്ത് ഈ കൂളായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സസ്റ്റൈനബിൾ ആണ് എന്നുള്ളത് കാണിക്കുക. അതൊരു ലൈക്കിനുള്ളൊരു ഉപാധിയായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ സസ്റ്റൈനബിൾ ലൈഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നതോ എല്ലാം നല്ലത് തന്നെയാണ്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് ഭയങ്കര ഒരു ഡെഡിക്കേഷനും എഫേർട്ടും ഉള്ളൊരു സാധനമാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് വെറുതെ ലൈക്കിനോ ഇല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. കാരണം നമ്മൾ റിയാലിറ്റി കിക്കിൻ ചെയ്യുമ്പോൾ, അതായത് ഒരു പെസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ചെടിയെ നമ്മൾ കൊല്ലുമ്പോൾ, അന്നേരം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഷോ ഓഫ് മാത്രമാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്ത് തുടങ്ങും. മറ്റേ ആളുടെ അക്കൗണ്ട് നോക്കൂ, അയാൾ എത്ര നന്നായിട്ടാണ് ചെടി വെക്കുന്നത്, ഇല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ട് എത്ര നന്നായിട്ടാണ് ഗ്രോ ആവുന്നത്. നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്തു തുടങ്ങും. നമ്മൾ നമ്മളോട് തന്നെ പറയും നമുക്കൊരു ഗ്രീൻ തമ്പ് ഇല്ല, നമ്മൾ പ്ലാന്റിനെ കൊല്ലുന്നുവെന്ന്. ഈ മൈൻഡ് സെറ്റ് നമുക്ക് കുറച്ചൊന്ന് മാറ്റി ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ഷോ ഓഫ് എന്നുള്ള മൈൻഡ് സെറ്റിന് പകരം നമ്മൾ വെറുതെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് ആരുടെ അടുത്തും ഒന്നും പ്രൂവ് ചെയ്യാനില്ല. നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 രൂപ വിലയുള്ളൊരു ചെടിയായിരിക്കില്ല, നമ്മളൊരു 50 രൂപയുടെ മണി പ്ലാന്റ് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ നെയ്ബറിൻ്റെ അടുത്തോ കിട്ടിയൊരു കട്ടിങ് വെച്ചായിരിക്കാം. അത് തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ചെടിയെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫ്രീഡമാണ്. കൊന്നെങ്കിലും നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫ്രീഡമാണ്. കാരണം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന്
ഒരു എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഒരു എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചെടിയെ കൊന്നെങ്കിലും അത് പ്രശ്നമില്ല. കാരണം നമ്മൾ അതിൽ നിന്ന് പഠിച്ചു എന്ത് ചെയ്യരുത് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ചേഞ്ചാണ്. കാരണം അത് നമുക്ക് തരുന്നൊരു ഫ്രീഡം അത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഗാർഡനിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചായിരുന്നു 2013-14 ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു എൻ്റെ മനസ്സിലുള്ളതെന്ന്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ നാട്ടിലെ വീട്ടിൽ കണ്ടിരിക്കുന്ന ചെടികൾ, പഴങ്ങൾ അതെല്ലാം റിക്രിയേറ്റ് ചെയ്യുക. എൻ്റെ നാടുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കുന്നു ഇവിടെ ബാംഗ്ലൂരിൽ. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒരിക്കലും എൻ്റെ മനസ്സിലില്ലാത്തതായിരുന്നു. 2020 ആകസ്മികമായിട്ട് ഈ സോഷ്യൽ മീഡിയ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ എന്തിന് എന്നുള്ളത് ഞാൻ പോലും ഇടയ്ക്ക് മറന്നുപോയി. കാരണം എൻ്റെ ചുറ്റുവട്ടത്തെല്ലാം കാണുന്നത് ആൾക്കാർ ഫാൻസി ആയിട്ടുള്ള പ്ലാന്റുകൾ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള പ്ലാന്റുകളുടെ പേര് പറയുന്നത്, അത് എന്നെയും വഴിതെറ്റിച്ചു. ഞാനും ഇതേപോലെ വെറിഗേറ്റഡ് മോൺസ്റ്ററ ഇല്ലെങ്കിൽ ആ ഫിലോഡെൻഡ്രോൺ ഇല്ലെങ്കിൽ ആ ഫാൻസി പ്ലാന്റ് അതെവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഈ പോകുന്നത് എങ്ങോട്ടാണ്, ഇതെനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ എന്നുള്ളത്. അതെനിക്കൊരു പുനർചിന്തനമായി. ഞാൻ വീണ്ടും എന്തിനാണ് ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെ റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അത് കാരണമാണ് നമ്മൾ എന്ത് സാധനം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്തിന് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായി മാറുന്നത്. ഞാനത് സമ്മറൈസ് ചെയ്യട്ടെ. ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോളിന് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ അത് വെറും ഒരു വിഷായി മാറും. നേരെ മറിച്ച് ആ ഗോളിന് നമ്മൾ നമ്മുടെ തന്നെ ഒരു പ്ലാൻ കൊടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം കൊടുക്കുവാണ്, അത് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റായി മാറും. ഇവിടെ ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഞാൻ ഈ യൂട്യൂബ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന്. ഞാൻ ആൽഗോരിതത്തെയോ ഇല്ലെങ്കിൽ വൈറാലിറ്റിയോ അതിനൊന്നുമല്ല ഞാൻ എയിം ചെയ്തത്. ഞാൻ എയിം ചെയ്തത് ആപ്പാടെ ഒരു കൺസിസ്റ്റൻസിയാണ്. അടുത്ത 90 ദിവസത്തേക്ക് എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യും. അതായിരുന്നു ഞാൻ എന്തിനാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വൈറാലിറ്റിയോ ഇല്ലെങ്കിൽ ഈ 90 ദിവസം കഴിയുമ്പോൾ എനിക്ക് 10 ലക്ഷം വ്യൂ വേണം അല്ലെങ്കിൽ 10,000 വ്യൂ വേണം, അങ്ങനെ ഒന്നുമല്ല ഞാൻ നോക്കിയത്. ഞാൻ നോക്കിയത് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് മാത്രമാണ് എൻ്റെ വൈ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈ വൈ കണ്ടുപിടിക്കുക. നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ ഗാർഡനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ചെടികൾക്ക് സൺലൈറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്ത ആഴ്ച സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ സന്തോഷം. താങ്ക് യു. കമൻറ്റിൽ നിങ്ങളുടെ തോട്ട്സ് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ വൈ ഇല്ലെങ്കിൽ എന്തിന് എന്നുള്ളതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.